Hi guys, good morning. Today I'm going to teach about three topics which are the genres of academic writing. We already discussed three things. Today's class we also going to discuss three things which are proposal, review of literature, dissertation or thesis. What is proposal? A proposal is what you present to explain objectives, purpose, methodology, detailed plan of a project you are wishing to undertake. അപ്പം പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് വർക്കിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ എയിം എന്തൊക്കെയാണ്, അതിൻ്റെ പേർപ്പസ് എന്തൊക്കെയാണ്, അത് ഏത് മെത്തഡോളജി എന്താണ്, ഡീറ്റെയിൽ പ്ലാൻ ഓഫ് പ്രോജക്റ്റ്, ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്ന പ്രപ്പോസൽ എന്ന് പറയാം. പ്രപ്പോസൽ ഈസ് വാട്ട് യു പ്രസൻറ്റ് ടു എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ്, പേർപ്പസ്, മെത്തഡോളജി ആൻഡ് ഡീറ്റെയിൽ പ്ലാൻ ഓഫ് എ പ്രോജക്റ്റ് യു ആർ വിഷിംഗ് ടു അണ്ടർടേക്ക്. If you are planning to write a book, your publisher may ask you for a proposal. നമ്മൾ ബുക്ക് എഴുതുകയാണെങ്കിലും അതിൻ്റെ പ്രപ്പോസൽ നമ്മളോട് ചോദിക്കും. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, the main purpose of a proposal writing practice is to demonstrate your ability to plan for a future action. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു പോവുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫിലാണ്, the main purpose of proposal writing practice is to demonstrate your ability to plan for a future action. ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്, അതിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എങ്ങനെയാവും നമ്മൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് എന്ത് പ്രപ്പോസൽ എന്ന് പറയുക. മനസ്സിലായോ? ഇറ്റ്സ് എ പ്രാക്ടീസ് ടു ഡെമോൺസ്ട്രേറ്റ് യുവർ എബിലിറ്റി ടു പ്ലാൻ ഫോർ എ ഫ്യൂച്ചർ ആക്ഷൻ. ഒരു ഫ്യൂച്ചർ ആക്ഷൻ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു, എൻ്റെ പ്രൊജക്റ്റ് വർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രപ്പോസൽ. പെർsuasion ഈസ് വൺ ഓഫ് ദി ക്രൂഷ്യൽ എലമെൻറ്റ് ഓഫ് പ്രപ്പോസൽ ഇൻ പ്രൊഫഷണൽ ആസ് വെൽ ആസ് അക്കാഡമിക് കോണ്ടെക്സ്റ്റ്. എൻ്റെ പെർsuasion ഒരു പ്രേരണ അല്ലേ. പെർsuasion ഈസ് വൺ ഓഫ് ദി ക്രൂഷ്യൽ എലമെൻറ്റ് ഓഫ് പ്രപ്പോസൽ ഇൻ പ്രൊഫഷണൽ ആസ് വെൽ ആസ് അക്കാഡമിക് കോണ്ടെക്സ്റ്റ്. അപ്പോൾ നമുക്ക് പെർsuasion വേണം. There are variations in the way different types of proposal are written. The following elements are common. അപ്പം കോമൺ ആയിട്ട് പ്രപ്പോസൽ റൈറ്റിങ്ങിൽ ഉണ്ടാവേണ്ട എലമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, കവർ ലെറ്റർ വേണം, ടൈറ്റിൽ പേജ് വേണം, ഒബ്ജക്റ്റീവ്സ് വേണം, ഇൻട്രൊഡക്ഷൻ വേണം. കവർ ലെറ്റർ, ടൈറ്റിൽ പേജ്, ഒബ്ജക്റ്റീവ്, ഇൻട്രൊഡക്ഷൻ. Explaining background and significance of the project, methodology, detailed plan of action, availability of resources. പിന്നെ നമ്മൾ എന്താ പറയുക, ഫണ്ടോ ഗ്രാൻസോ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ വേണം, ഡീറ്റെയിൽസ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് റിക്വയർഡ്, പ്രപ്പോസൽ ബഡ്ജറ്റ്. ഇതൊക്കെ നമ്മൾ ഫണ്ടിന് വേണ്ടിയിട്ടാണ് പ്രപ്പോസൽ ആണെങ്കിൽ അത് രണ്ടും കൂടെ അതിൽ ആഡ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ട എലമെൻറ്റ്സ് ഓഫ് പ്രപ്പോസൽ എന്തൊക്കെയാണ്? Explain background and significance of the project, methodology, detailed plan of action, availability of resources, details of financial assistance or budget if you apply for receiving fund and grants. That is proposal. Next, review of literature. Your academic writing assignment can be considered as your entry into an ongoing conversation on your topic. അല്ലേ? ഇപ്പോൾ എൻ്റെ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഐ എൻട്രി ഇൻ ടു ആൻ ഓൺഗോയിങ് കോൺവെർസേഷൻ ഓൺ യുവർ ടോപ്പിക്. ഒരു ടോപ്പിക്കിൽ ഒരു ഓൺഗോയിങ് കോൺവെർസേഷൻ ഞാൻ തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ അത് വേറെ ആൾക്കാർ എടുത്തതാവും അല്ലെങ്കിൽ ആരും എടുക്കാത്തതാവും. പക്ഷെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നതാവും എൻ്റെ പ്രോജക്റ്റ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്. Several people would have already brought out their views on the topic or disciplinary area you are investigating. ചിലപ്പോൾ അതിന് മുമ്പ് കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് ഓൾറെഡി പഠനം നടത്തിയിട്ടുണ്ടാവും. To understand how the students and scholars approach your topic, it is essential for you to read relevant literature or previous written works on your area of study and topic. അതിനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയാം.
ഞാൻ എന്ത് ചെയ്യുക, ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ അതർ സ്റ്റുഡൻസ് ആൻഡ് സ്കോളേഴ്സ് അപ്രോച്ച് യുവർ ടോപ്പിക്. ഞാൻ ടോപ്പിക് എടുക്കണം അസൈൻമെൻറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റിന്. അപ്പോൾ ബാക്കിയുള്ളവർ ഇതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത് വായിക്കുന്നതിനാണ്. ഞാൻ എന്തൊക്കെ വായിക്കണം, റെലവൻറ്റ് ലിറ്ററേച്ചർ ആൻഡ് പ്രീവിയസ് റിട്ടൺ വർക്ക്സ് ഓൺ യുവർ ഏരിയ ഓഫ് സ്റ്റഡി. ഞാൻ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള പഠനങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ച് മനസ്സിലാക്കണം. അനദർ ഒബ്ജക്റ്റീവ് റിവ്യൂയിങ് അതേഴ്സ് വർക്ക് ഈസ് ടു എസ്റ്റാബ്ലിഷ് ദ ഡിസ്റ്റിങ്റ്റീവ്നെസ് ഓഫ് യുവർ വർക്ക്. അങ്ങനെ ഞാൻ നോക്കിയാൽ എനിക്ക് എൻ്റെത് യുണീക്ക് ആവുള്ളൂ, എൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ആവുള്ളൂ, വ്യത്യസ്തമാവുള്ളൂ, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ആവും. Distinctive your work and sometimes to justify the research gap existing in the subject. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറാണ്. ഞാനിപ്പോൾ ഒരു അസൈൻമെൻറ്റ് ചെയ്താണെങ്കിൽ അതിന് മുൻപുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് പഠിച്ചതും അതിനെക്കുറിച്ച് എഴുതിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്. കാരണം എന്താ, അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, എൻ്റേത് യുണീക്ക്നെസ് ഉണ്ടാവില്ല, ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് എഴുതാൻ പറ്റൂല. In simple terms, it is the summary of relevant previous writing on the topic under discussion. എന്താ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നൊരു 1 സെൻറ്റൻസിൽ എഴുതാൻ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് റെലവൻറ്റ് പ്രീവിയസ് റൈറ്റിംഗ് ഓൺ ദ ടോപ്പിക് അണ്ടർ ഡിസ്കഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് ഇതിന് മുൻപുള്ള ആൾക്കാർ എഴുതിയതാണ്. സമ്മറി ഓഫ് റെലവൻറ്റ് പ്രീവിയസ് റൈറ്റിംഗ് ഓൺ ദ ടോപ്പിക്. ഞാൻ എടുത്ത ടോപ്പിക്കിനെ കുറിച്ച് ബാക്കിയുള്ളവർ ഇതിന് മുൻപ് എഴുതിയതിന് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാം. The main purpose of review of literature as an academic writing activity is to display your knowledge on the topic. അതെന്താണ്, ഡിസ്പ്ലേ യുവർ നോളജ് ഓൺ ടോപ്പിക്. മറ്റേതെന്തായിരുന്നു, പ്രപ്പോസൽ എന്തായിരുന്നു, യുവർ എബിലിറ്റി ടു പ്ലാൻ ഫോർ എ ഫ്യൂച്ചർ ആക്ഷൻ, ടു അണ്ടർസ്റ്റാൻഡ് യുവർ എബിലിറ്റി ടു പ്ലാൻ ഫോർ എ ഫ്യൂച്ചർ ആക്ഷൻ ആയിരുന്നു. ഇവിടെ എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് ആസ് ദ അക്കാഡമിക് റൈറ്റിംഗ് ആക്ടിവിറ്റി ഡിസ്പ്ലേ യുവർ നോളജ് ഓൺ ദ സബ്ജക്റ്റ്. എനിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് എത്രമാത്രം അറിവുണ്ട് എന്ന് കാണിക്കുന്നതാണ്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് റിവ്യൂ ലിറ്ററേച്ചർ. ഫസ്റ്റ് വൺ ഈസ് എക്സ്പെക്ട് ടു കവർ ദ ബ്രോഡ് ഏരിയ ഓഫ് റിസർച്ച് ഓഫ് ദ ടോപ്പിക്. എക്സ്പെക്ട് ടു കവർ ദ ബ്രോഡ് ഏരിയ ഓഫ് ദി ടോപ്പിക്. സർവേ ലിറ്ററേച്ചർ വിച്ച് ആർ കറൻറ്റ് ആൻഡ് അപ് ടു ഡേറ്റ്. അതെന്താണ്, കറൻറ്റ് ആണ്, അപ് ടു ഡേറ്റ്. സ്പെഷ്യൽ അറ്റൻഷൻ ഈസ് ഗിവൻ ടു റിവ്യൂ ദ മോസ്റ്റ് റീസെൻറ്റ് റൈറ്റിംഗ് അവൈലബിൾ ഓൺ ദ ടോപ്പിക്. നമ്മളെന്തായാലും റിവ്യൂ ഓഫ് ദ മോസ്റ്റ് റീസെൻറ്റ് റൈറ്റിംഗ്, അതിനെക്കുറിച്ചിട്ട് മോസ്റ്റ് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയണം. ടേക്ക് ഇൻ ടു അക്കൗണ്ട് വർക്ക്സ് റിലവൻറ്റ് ടു ദ ടോപ്പിക്. ആ വർക്ക്സ് ടോപ്പിക് റെലവൻ്റ് ആയിട്ടുള്ള വർക്കിനെ കുറിച്ച് അറിയണം. ഈസ് ഇൻ ഡെപ്ത് ആൻഡ് ഡെപ്ത് ആൻഡ് തെറോ, വളരെ തെറോ ആയിട്ട് ഡെപ്ത് ആയിട്ടിരിക്കണം. ദാറ്റ് ഈസ് ഡസ് നോട്ട് ലീവ് ഔട്ട് എനി സിഗ്നിഫിക്കൻറ്റ് വർക്ക് ഇൻ ദ ഫീൽഡ്. ഒന്നിന് നമ്മൾ അതിൻ്റെ ആ ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. Attempt to look at previous writing with critical eyes, often finding out the methodological and other shortcoming of a work reviewed. അതാണ് ക്രിറ്റിക്കൽ ഐസിലൂടെ. ഇപ്പോൾ ഒരു ഞാൻ എടുക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇതിന് മുൻപ് ആൾക്കാർ എഴുതിയിട്ടുണ്ട്, അതിന് വിമർശനാത്മകമായിട്ട് ഞാൻ കാണുക. അതെന്തിനാന്ന് വെച്ചാൽ അതിലിപ്പോൾ മെത്തഡോളജി ശരിയില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും എന്നാലല്ലേ എൻ്റെ വർക്ക് കുറച്ചും കൂടി ഉഷാറാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് യൂസ് ടെക്നിക്ക് ഓഫ് റെഫറൻസിങ് ടു ഇൻഡിക്കേറ്റ് ഡീറ്റെയിൽസ് ഓഫ് വർക്ക്സ് റിവ്യൂഡ്. നമ്മൾ ഏതൊക്കെ വർക്ക്സ് റിവ്യൂ ചെയ്തു, ഏതൊക്കെ വർക്ക്സ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചു എന്നുള്ളതിൻ്റെ ഒരു റെക്കോർഡ് നമ്മൾ ഒരു റെഫറൻസ് ഉണ്ടാക്കണം, ബിബ്ലിയോഗ്രഫി എന്നൊക്കെ പറയും. ഓക്കെ, ദാറ്റ് ഈസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. നമ്മുടെ വർക്കിനെ കുറിച്ച് ബാക്കിയുള്ളതിന് മുൻപ് നടന്ന പഠനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ഡെസർട്ടേഷൻ ഓഫ് തെസിസ്. ഇത് രണ്ടും ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് കേട്ടോ. ദ വേർഡ് ഡെസർട്ടേഷൻ ഓഫ് തെസിസ് ആർ ഓഫൻ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി ടു റെഫർ ദ മാൻഡേറ്ററി ഫൈനൽ പ്രോജക്റ്റ് ഇൻ സർട്ടൻ അക്കാഡമിക് പ്രോഗ്രാം. മാൻഡേറ്ററി മീൻസ് കമ്പൾസറി അക്കാഡമിക് പ്രോജക്റ്റ് ആണ്. നിങ്ങൾക്കറിയാൻ പറ്റും, തിസിസ് പ്രോജക്റ്റ് വർക്ക് എന്നൊക്കെ കേട്ടിട്ടില്ല. അത് തന്നെ ഡെസർട്ടേഷൻ പ്രോജക്റ്റ് നമ്മൾ ഡിഗ്രി ലെവലൊക്കെ ചെയ്യുന്ന ചെറുതാണ്. തെസിസും ഡെസർട്ടേഷൻ അതിനും വലുതാണ്, തെസിസ് ഏറ്റവും വലിയതാണ് കേട്ടോ. അപ്പോൾ മാൻഡേറ്ററി വർക്കാണ് കേട്ടോ, നിർബന്ധമായിട്ട് ചെയ്യണം. പ്രോഗ്രാം മീൻസ് കോഴ്സസ്. ദ നെയിം ആസ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അത്രേ ഉള്ളൂ. ഫോർ ഇൻസ്റ്റൻസ്, യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ് തിസിസ് ഈസ് ഫൈനൽ പ്രോജക്റ്റ് ഓഫ് മാസ്റ്റർ ഡിഗ്രി. ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റിലൊക്കെ തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, PGക്ക് നമ്മൾ ചെയ്യുന്ന, മാസ്റ്റർ ഡിഗ്രിക്ക് നമ്മൾ ചെയ്യുന്ന തിസിസാണ്. ആൻഡ് ഡെസർട്ടേഷൻ is submitted on the doctoral degree, whereas in the United Kingdom this is submitted on doctoral degree and dissertation for the master's project. അത് തിരിച്ചും മറിച്ചും ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഫൈനൽ മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് ആണ് എന്ത്, തിസിസ്. ഡെസർട്ടേഷൻ ഡോക്ടറൽ ഡിഗ്രി ആണ്. യുണൈറ്റഡ് കിങ്ഡത്തിൽ എന്താണ്, ഡോക്ടറൽ ഡിഗ്രി ആണ്. തിസിസ് ആണ് ഡോക്ടറൽ ഡിഗ്രി. ഡെസർട്ടേഷൻ മാസ്റ്റേഴ്സ് പ്രോജക്റ്റിനാണ്. ഓക്കെ, അതല്ലേ മറ്റേതിലും തിരിച്ചാണല്ലേ.
ദ സ്ട്രക്ചർ ഓഫ് ഫോളോ ബോത്ത് സിമിലർ. സ്ട്രക്ചറൊക്കെ ഏകദേശം സിമിലർ ആണ്. ഓൾദോ ദർ ആർ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് പേജസ്. അതിൽ വ്യത്യാസം നമ്മൾ വലുതും ചെറുതുമാണ്. ഡെസർട്ടേഷനാണ് ചെറുത്, തെസിസ് വലുതാണ്, പ്രൊജക്റ്റ് അതിലും ചെറുതാണ്. അതിൽ പേജ് നമ്പറിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. Doctoral thesis or dissertation is usually lengthier compared to master project. Dissertation thesis are proposed research work carried out by scholars. The structure and number of structure, number, title chapters, methodology following writing thesis or dissertation vary in different academic disciplines. അപ്പോൾ എന്തൊക്കെയാണ് സ്ട്രക്ചർ, നമ്പർ, ടൈറ്റിൽ, ചാപ്റ്റേഴ്സ്, മെത്തഡോളജി, ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. നോ ഡൗട്ട്, വലുതും ചെറുതും അല്ലേ. സ്ട്രക്ചർ, നമ്പർ, ടൈറ്റിൽ ഓഫ് ചാപ്റ്റേഴ്സ്, മെത്തഡോളജി. ഫോർ എക്സാമ്പിൾ, ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് മോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻസിസ്റ്റ് ഓൺ ദ ഫോളോയിങ് സെക്ഷൻ. എന്തൊക്കെയാണ് സയൻസിലും സോഷ്യൽ സയൻസിലും വേണ്ടത്? ടൈറ്റിൽ പേജ് വേണം, അബ്സ്ട്രാക്റ്റ്, ഒരു സിനോപ്സിസ്, അബ്സ്ട്രാക്റ്റ് അതിൻ്റെ ഷോർട്ടായിട്ട് എഴുതുക. അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, മെത്തഡോളജി, റിസൾട്ട്, ഡിസ്കഷൻ, ഫൈൻഡിങ്, റെഫറൻസ്, അതാണ് ബിബ്ലിയോഗ്രഫി. നമ്മൾ ഏതൊക്കെ വർക്കുകൾ അതിന് വേണ്ടി നോക്കി എന്നുള്ളതാണ് റെഫറൻസ്. ഇത്രയും കാര്യങ്ങളാണ് വേണം കേട്ടോ. ടൈറ്റിൽ പേജ്, അബ്സ്ട്രാക്റ്റ്, ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, മെത്തഡോളജി, റിസൾട്ട്, ഡിസ്കഷൻ ഓർ ഫൈൻഡിങ്സ്, റെഫറൻസ് ഓർ ബിബ്ലിയോഗ്രഫി. ഇനി ഹ്യൂമാനിറ്റീസ്, ദ ഹോൾ തിസ് ഈസ് ഡിവൈഡ് ഇൻ ടു ഇൻട്രൊഡക്ഷൻ ലെസ് ദാൻ 3 ചാപ്റ്റേഴ്സ്. ഹ്യൂമാനിറ്റീസ് ആകുമ്പോൾ ഇൻട്രൊഡക്ഷൻ വേണം, 3 ചാപ്റ്റേഴ്സ് വേണം, എ കൺക്ലൂഷൻ. അങ്ങനെയാണ് ഇംഗ്ലീഷിലൊക്കെ എഴുതാറുള്ളത്. ആൻഡ് റെഫറൻസ്, വർക്ക് സൈറ്റഡ്. റെഫറൻസിൻ്റെ വേറെ പേരാണ് വർക്ക് സൈറ്റഡ്, അത് തന്നെയാണ് ബിബ്ലിയോഗ്രഫി കേട്ടോ. റെഫറൻസ്, വർക്ക് സൈറ്റഡ്, ബിബ്ലിയോഗ്രഫി, ഇത് രണ്ടും മൂന്നും ഒരേ സാധനമാണ്. എന്തൊക്കെയാണ്? റെഫറൻസ്, വർക്ക് സൈറ്റഡ്, ബിബ്ലിയോഗ്രഫി. ഇത്രേ ഉള്ളൂ. ഹ്യൂമാനിറ്റീസ് ആകുമ്പോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അതിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ടാവും, ഒരു കൺക്ലൂഷൻ ഉണ്ടാവും, പിന്നെ എന്താ ഉണ്ടാവുക? ആൻഡ് റെഫറൻസ്, വർക്ക് സൈറ്റഡ് ഓ ബിബ്ലിയോഗ്രഫി. ഇത്രയാണ് ഡെസർട്ടേഷൻ തീസിസിനെ കുറിച്ച് പറയുകയാണ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലാണ് പ്രപ്പോസൽ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഡെസർട്ടേഷൻ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ വായിക്കുമ്പോൾ ഒരുപോലെ തോന്നും. അപ്പോൾ അതിങ്ങനെ നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ പഠിച്ചു വെക്കണം എന്തൊക്കെ എലമെൻ്റാണ് വേണ്ടത്. ഏകദേശം ഒക്കെ സിമിലർ, വെറുതെ പേരുകൾ മാറ്റി ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. താങ്ക് യു.